നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ആദർശം നയനെ പണി കൊടുക്കാൻ തുടങ്ങി എയർ ജ്വല്ലറിക്കിട്ട്. കാരണം ഒന്നാമത്തെ പണിയുമായിട്ടാണ് മാളവികയെ എയർ ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ടെ. അങ്ങനെ അവളുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കണം. അത് അവർ പറഞ്ഞ രീതിയിൽ. അപ്പൊ നയന മാളവികയെ സഹായിച്ചു. ഒരു ഒന്നാന്തരം ഡിസൈനൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അതും നല്ല അടിപൊളി രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും. അത് മാളവികയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പം മാളവികയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഡിസൈൻ കണ്ടോ ഉറപ്പായിട്ടും എൻ ജ്വല്ലറിയുടെ MD വീഴും, തനിക്ക് ഈ ജോലി ഉറപ്പാ. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മാളവിക ആ ഡിസൈനുമായിട്ട് നേരെ ഡേവിഡിന്റെ അടുത്തേക്ക് എല്ലുവാണ്. അപ്പോഴേക്കും ഡേവിഡ് ചോദിച്ചു, വരച്ചു കഴിഞ്ഞോന്ന് ചോദിച്ചു. വരച്ചു സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കാണിക്കുവാണ്. ഈ സമയം ഡേവിഡ് നോക്കി, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്ന ആൾക്കാരെ പോലെ ഒന്നുമല്ല, പക്ഷെ ഇത് അതിനേക്കാൾ നല്ല അതിമനോഹരമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നീട് മാളവി ചോദിച്ചു, സാറേ ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. കാരണം 1 മണിക്കൂർ സാർ തന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ എൻ്റെ മാക്സിമം കഴിവ് ഉപയോഗിച്ച് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡേവിഡ് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ സാറേ, സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു. എനിക്ക് അത്രയും കൂടെ പോരാ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. കാരണം അതല്ല, ഡേവിഡ് അല്ലല്ലോ തീരുമാനങ്ങൾ എടുക്കേണ്ട ആള്. തീരുമാനങ്ങൾ എടുക്കേണ്ട നാഗേന്ദ്രനാണ്. നാഗേന്ദ്രനെ കാണിക്കണം. ഈ പറയുന്ന ഡേവിഡിന് അത്രയ്ക്ക് വലുതായിട്ട് ഇതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെങ്കിൽ അത് മാളവയോട് പറയാൻ പറ്റില്ലല്ലോ. മാളവയോട് പറഞ്ഞു, ഞങ്ങൾ നോക്കിയിട്ട് അറിയിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാളവി പറഞ്ഞു, സാറേ ഈ ഡിസൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടാതെ വരത്തില്ല. ഇനിയിപ്പം സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മാളവി അങ്ങോട്ട് പോവാണ്. ആ ഡിസൈൻ ഡേവിഡിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കാണിക്കേണ്ട ആൾക്കാരെ കാണിച്ചാൽ മാത്രമല്ലേ അതിന് സാക്ഷ്യം മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മാളവിക പുറത്തേക്ക് വന്നിട്ട് ആദർശിനെ വിളിക്കണം. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, എന്തായി മാളവികയെ ഡിസൈനൊക്കെ കൊടുത്തോന്ന് ചോദിച്ചു. കൊടുത്തു, പക്ഷെ അയാൾ ഒരു മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞില്ല എന്നോ? അതെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അതെന്താന്നറിയില്ല. ഒരു പക്ഷേങ്കില് എനിക്ക് ചില വിവരങ്ങൾ കിട്ടിയതനുസരിച്ച് ഇയാൾക്ക് മോള് വേറെ ആരോ ഉണ്ട്. കാരണം ഈ ഡിസൈൻ വരച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് ആരോ കാണിക്കണം തോന്നേ. എങ്കിൽ മാത്രമേ സാങ്ഷൻ കിട്ടുള്ളൂ. എന്നെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അയാൾ പറയണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശിന് ഒന്നുകൂടെ വ്യക്തമായി, ഇതിന്റെ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്. അതൊക്കെ മറച്ചു വെച്ചോണ്ടാണ് ഇത്ര നാളും എൻ ജ്വല്ലറിക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് തങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ശത്രു. അല്ലാതെ ഈ പറയുന്ന ഡേവിഡ് ഒരിക്കലും ശത്രു അല്ല. പിന്നീട് ആദർശിനോട് നയന പറഞ്ഞു, ആദർശേട്ടാ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? ഞാൻ ആ വരച്ചു കൊടുത്ത ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? അല്ല, ഈ മാളവിയെ നമുക്ക് വിശ്വസിക്കാമെന്ന് ചോദിച്ചു. ആദർശ് പറഞ്ഞു, അതെന്താ ഞാനിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നീ ചോദിച്ചേ? അല്ല, ഒരു പക്ഷേങ്കിൽ ഞാൻ വരച്ചു കൊടുക്കുന്ന ഡിസൈനിങ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ മാളവിയയ്ക്ക് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാളവിയെ നമ്മളെ ചീറ്റ് ചെയ്യലെന്ന് ആര് കണ്ടു? നയനയുടെ മനസ്സിലൊരു ടെൻഷനാ പറഞ്ഞേ. കാരണം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീറ്റ് ചെയ്യാനായിട്ട് ആരും തയ്യാറായിട്ട് നിൽക്കുവാണല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആദർശിന് മുമ്പ് പറ്റിയതുമാണല്ലോ. PR വേഷം കെട്ടി ഒരുത്തി വന്ന് ജ്യൂസിനകത്ത് ഉറങ്ങാനുള്ള പൊടി കടത്തി കൊടുത്താലേ. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, നിനക്ക് മാളവിയെ കുറിച്ച് അറിയത്തില്ലഞ്ഞിട്ട്. അവൾ കുറച്ചുനാൾ കമ്പനിയിലുണ്ടായിരുന്ന, അവൾ വിശ്വസ്തയാണ്. പിന്നീടാണ് അവൾ UK പോയത്. അല്ല ആദർശേട്ടാ, ഇനിയിപ്പം അവർക്ക് ആ ഡിസൈനിങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മാളവിക ഒഴിവാക്കോ മറ്റോ ചെയ്യുമോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. നീ കണ്ടോ നയനെ, നാളെ സംഭവിക്കാൻ പോകുന്ന വേറൊന്നായിരിക്കും. അവരുറപ്പായിട്ട് മാളവിയെ വിളിക്കും. മാളവിയെ വിളിച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറയും. ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് വരും. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പം നയന കളക്ഷൻസ് എതിരായിട്ട് വരാൻ പോകുന്ന ഡിസൈനിങ് ഏതായിരുന്നു അറിയാവോ? മാളവിയ ഡിസൈനായിരിക്കും. അതായിരിക്കും പ്രശസ്തി ആർജിക്കാൻ പോകുന്നേ. അതാ ഇനി സംഭവിക്കാൻ പോണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നയന ചോദിച്ചു, അങ്ങനെയൊക്കെ സംഭവിക്കും ആദർശേട്ടാ? നീ അല്ലേ ഡിസൈൻ വരച്ചു കൊടുക്കുന്ന ആള്, അപ്പൊ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. അവരങ്ങനെ ഞങ്ങൾ സന്തോഷിക്കട്ടെ. എന്താണെങ്കിലും നമുക്ക് പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നല്ല ഒന്നാന്തരം പണി തന്നെയല്ലേ നമ്മൾ കൊടുക്കണേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ശരി ആദർശേട്ടാ, ഇപ്പൊ എനിക്കൊരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവളൊരു കാരണവശാലും ചതിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ നാഗേന്ദ്രനെയും അവന്റെയും കാണിക്കുവാണ് ഡേവിഡ്. അങ്ങനെ ഡിസൈനും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രന് ഭയങ്കര സന്തോഷമായി. നല്ല അടിപൊളി ഡിസൈനിങ് ആണ്. പിന്നീട് ഡേവിഡ് പറഞ്ഞു, എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. സാർ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ആ കുട്ടിയെ വിളിച്ചു വന്ന് ജോയിൻ ചെയ്യാനായിട്ട് പറയാന്ന് പറഞ്ഞു.
എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നഗേന്ദ്രൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. പിന്നെ ഡേവിഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവന്തി പറഞ്ഞു അച്ഛാ ഒരു കാര്യം ഉറപ്പായി, ഇത്ര നല്ല ഭംഗിക്ക് ഡിസൈൻ വരയ്ക്കുന്ന ഇന്ന് വരെ ആരും നമ്മുടെ കമ്പനിയിൽ വന്നിട്ടില്ല. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. നയന കളക്ഷൻസിന് നല്ലൊരു പോരാളിയായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവര് കയറുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജ്വല്ലറി പേരും പ്രശസ്തി ആർജിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. ഈ 1 മണിക്കൂറും കൊണ്ട് അവർ ഇത്ര നല്ല ഡിസൈൻ വരച്ചാല് അവര് വരയ്ക്കാൻ പോകുന്ന ഇനി വരുന്ന ദിവസങ്ങളിൽ എത്ര നല്ല ഡിസൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ പേരും പ്രശസ്തിയും നേടും. കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ പുതിയൊരു ഓർഡറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ പഞ്ചാബിൽ നിന്നൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ അവിടെ നമ്മൾ പേര് പിടിക്കുമെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു എന്റെ മോളെ, അല്ലെങ്കിൽ തന്നെ മൂർത്തി ജ്വല്ലറിയുടെ കഷ്ടകാല സമയം തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ നല്ല കാലം. അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട, അവരെ നാളെ തന്നെ അപ്പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മാളവികയെ വിളിക്കുവാണ് എൻ ജ്വല്ലറിന്ന്. അത് MD തന്നെ ഡേവിഡ് തന്നെ വിളിക്കുന്നത്. ഡേവിഡ് വിളിച്ചിട്ട് പറഞ്ഞു അതെ നിങ്ങൾ ഇവിടേക്കൊന്ന് പറഞ്ഞോന്ന് പറയണം. അങ്ങനെ മാളവിക അങ്ങോട്ട് വിളിച്ചു വരുത്തി. അങ്ങനെ മാളവിക വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ സാർ ആ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പഠനമൊക്കെ നടത്തി. എന്താണെങ്കിലും ആ 1 മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി മുതൽ ഈ എൻ ജ്വല്ലറി മെയിൻ ഡിസൈനറായിട്ട് നിങ്ങളായിരിക്കും വരാൻ പോണേന്ന് പറഞ്ഞു. അപ്പൊ മാളവിക ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. ഇനിയിപ്പോൾ അറിയാലോ, നിങ്ങളുടെ പേരിലായിരിക്കും ഇനിയിപ്പോൾ എൻ ജ്വല്ലറി കൂടുതലായിട്ട് അറിയപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കേട്ടപ്പോൾ മാളവിക പറഞ്ഞു ഒത്തിരി സന്തോഷമുണ്ട് സാറേ. സാറിനറിയാലോ ഞാൻ എന്താണെങ്കിലും UK പോകുന്നത് തന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടിയാ. ഇനിയിപ്പോൾ UK ഒരു മടങ്ങിപ്പോക്കില്ല. ഞാൻ ഇവിടെ തന്നെ ഇനി നിൽക്കണേന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇത്ര നല്ലൊരു ജ്വല്ലറിയിൽ, അതിപ്പോ പേര് കേട്ട് വരുന്ന ജ്വല്ലറിയിൽ കയറി പറ്റുകയെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എനിക്ക് ഒത്തിരി സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, ഞാൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. മാളവിക പറഞ്ഞു അത് മതി സാറേ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ മാളവിക പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദർശിനെ നയനെയും വിളിക്കുവാണ്. ആദർശിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണ സാറേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, ഇന്റർവ്യൂ ഞാൻ പാസ്സായി, ഇന്നോട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു ഓക്കെ, അപ്പൊ അറിയാലോ നമ്മുടെ ടാസ്ക് എന്താന്നുള്ള കാര്യം. എത്രയും പെട്ടെന്ന് 2-3 മാസമെങ്കിലും മാളവിക അവിടെ ഉണ്ടാവണം. അതിനുള്ളിൽ ഇതിന്റെ പിന്നിൽ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരണം. മാളവിക പറഞ്ഞു എനിക്ക് ഇന്നലെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു സാറേ. ഞാൻ പറഞ്ഞില്ലേ ആ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വേറെ ആരോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഈ MD ഡേവിഡ് താമസിപ്പിച്ചത്. അയാളെ കാണിച്ച് അയാളുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ആദർശ് പറഞ്ഞു അത് ആരെന്ന് കണ്ടെത്തണം, അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. എങ്കിൽ മാത്രമേ മൂർത്തി ജ്വല്ലറിയുടെ പ്രധാന ശത്രു ആരാന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ആരാണെന്ന് അറിയാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയണേ. എന്താണെങ്കിലും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നയനെ കെട്ടിപ്പിടിച്ചിട്ട് ആദർശ് പറഞ്ഞു അതെ 1-ാം ഘട്ടം നമ്മൾ വിജയിച്ചിരിക്കുന്നു, ഇനി പേടിക്കേണ്ട നയനെ, എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ദൈവങ്ങൾ നമ്മളെ കൈവിട്ടിട്ടൊന്നുമില്ല. അവൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അവൾ അവിടുന്ന് മാക്സിമം വിവരങ്ങളൊക്കെ ചോർത്തെടുക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിരണും കല്യാണിയൊക്കെ ഉണ്ടല്ലോ, അവരും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഹായിക്കും. എത്രയും പെട്ടെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ഭയങ്കര സന്തോഷത്തോടെ നയന് പറഞ്ഞു എത്രയും പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു. കാരണം ഇപ്പൊ തന്നെ അറിയാലോ മുത്തശ്ശന് മനമാറ്റം. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു കയറണമെങ്കിൽ, മുത്തശ്ശൻ നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവത്തുള്ളൂ. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണോ ആദർശേട്ടാ. ആ ഒരു സന്തോഷത്തില്ല ഞാനെന്ന് പറഞ്ഞു. ആദർശോട് നീ പേടിക്കൊന്നും വേണ്ട, ഉറപ്പാ എനിക്കൊരു കാര്യം. എന്താണെങ്കിലും ദേ നമ്മുടെ കുഞ്ഞ് വരുന്ന സമയത്ത് നീയും ഞാനും അനന്തപുരി തന്നെയായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ചേർത്ത് പിടിച്ച്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.